റോഡരികിൽ പരന്നൊഴുകി ഓടയിൽ നിന്നുള്ള മലിനജലം. ദുർഗന്ധം മൂലം വഴിമുട്ടി യാത്രക്കാരും വ്യാപാരികളും. കോഴിപ്പള്ളിയിൽ ഹൈവേ അതോറിറ്റിയുടെ പാലം നിർമ്മാണത്തെ തുടർന്നാണ് ഓട തകർന്നത്. ഇത് പുനഃസ്ഥാപിക്കാനോ ബദൽ സംവിധാനങ്ങൾ ഒരുക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്നാണ് കോഴിപ്പള്ളി പാലത്തിന് സമീപമുള്ള ഓട പൊളിച്ചു നീക്കിയത്. ഓടയുടെ ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ മലിനജലം ഈ ഭാഗത്ത് മുഴുവനും ഒഴുകിപ്പരക്കുകയാണ്. നഗരത്തിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനജലമാണ് ഇതുമൂലം റോഡരികിൽ ഒഴുകിപ്പരന്ന് ദുർഗന്ധം പരത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മാസങ്ങളായി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നിട്ടും ഓടയിലൂടെയുള്ള മലിനജലം പരിസരത്ത് ഒഴുകിപ്പരക്കാതെ ബദൽ സംവിധാനമുണ്ടാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഈ സംഭവം പരോക്ഷമായി വെളിപ്പെടുത്തുന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന വാസ്തവം കൂടിയാണ്. കാലങ്ങളായി മലിനജലം ഇതിലൂടെ ഒഴുകി നേരിട്ട് കോഴിപ്പള്ളി തോട്ടിലെ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് സ്റ്റേഷന്റെ സമീപത്തേക്കാണ് എത്തുന്നത്. മലിനജലം ഓടകളിലേക്ക് പുറന്തള്ളാൻ പാടുള്ളതല്ല എന്ന നിയമം കാലങ്ങളായി ലംഘിക്കപ്പെടുന്നു എന്ന വാസ്തവമാണ് ഓട തടസ്സപ്പെട്ട് മലിനജലം ഒഴുകിപ്പരക്കുന്നതിലൂടെ വ്യക്തമായത്. ഇതേക്കുറിച്ച് ആം ആദ്മി പാർട്ടി ഭാരവാഹികൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. കോഴിപ്പള്ളി വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് സ്റ്റേഷനോട് അനുബന്ധമായ ശുദ്ധജല നിറഞ്ഞു നിൽക്കുന്ന തോട്ടിലേക്ക് വ്യാപകമായി അഴുക്കുചാലിൽ നിന്നും ഇവിടുത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള കടകളിൽ നിന്നുമുള്ള വ്യാപകമായ അഴുക്കുകൾ ഈ തോട്ടിലേക്ക് ഈ കഴിഞ്ഞ ദിവസം ഒഴുകി ചെന്നിട്ടുണ്ട്. ഇവിടെ NHന്റെ നാഷണൽ ഹൈവേയുടെ പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡുകളിൽ പണി നടന്നപ്പോഴാണ് വ്യാപകമായി ഇത്തരം ഓടകളിൽ നിന്നുള്ള അഴുക്ക് മാലിന്യങ്ങൾ തോട്ടിലേക്ക് ഒഴുകുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ കഴിഞ്ഞ ദിവസം കോഴിപ്പള്ളി ടൗണിനോട് ചേർന്ന് ഈ പാലത്തിനോട് ചേർന്ന് വ്യാപകമായ അഴുക്കുകൾ ഈ പുഴയിലേക്ക് പോയിട്ട് പോലും ഇവിടുത്തെ മുനിസിപ്പൽ അധികൃതരോ സർക്കാർ ജീവനക്കാരോ യാതൊരു പ്രതിഷേധ നടപടികളും സ്വീകരിച്ചിട്ടില്ല. ദുർഗന്ധം മൂലം ഇവിടെ കച്ചവടം പോലും സാധ്യമല്ലാതായിരിക്കുകയാണ് എന്നാണ് സമീപത്തുള്ള വ്യാപാരികൾ പറയുന്നത്. മീൻകടകളിലാണ് അവിടം വരെ ഈ വെള്ളം ഇങ്ങനെ വമിച്ച് കിടക്കണ മണമാണ്. ഇവിടെ കടയിൽ കസ്റ്റമർക്ക് വരാൻ പറ്റാതെ വരികയാണ്. പിന്നെ അതുപോലെ ഈ ചേട്ടനാണ് ഒരു പാവപ്പെട്ട ചേട്ടൻ, ഒരു പണിയില്ലാതെ ഇരിക്കണതാണ്. 150 ഒരു ദിവസം കച്ചവടമാണ്. ഞങ്ങളൊക്കെ ഇവിടെ വന്ന് നാരങ്ങ കുടിക്കുകയും സോഡ കുടിക്കുകയൊക്കെ ചെയ്യണം. ഇപ്പം ഞങ്ങൾ ആരും ഈ പരിസരത്തേക്ക് വന്നില്ല. അതുപോലെ പച്ചക്കറി കടയിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ മണം കാരണം ഒരു രക്ഷയില്ലാതെയായേക്കാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന ഇത്തരം നിയമലംഘനങ്ങൾക്ക് എതിരെ നടപടി കൈക്കൊള്ളാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ല. ഈ സ്ഥിതി തുടരുന്ന പക്ഷം ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളുമായി രംഗത്ത് വരുമെന്നാണ് ആം ആദ്മി പാർട്ടി നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.